ശ്രീ മോഹൻ വർഗീസിലേക്ക് അല്ലേ? ശ്രീ മോഹൻ വർഗീസ്, എന്തെങ്കിലും ഒരു ഇപ്പോൾ തുടക്ക സമയത്ത് ഞങ്ങളിവിടെ പറഞ്ഞതുപോലെ തുടക്ക സമയത്ത് ഒരു മത്സരത്തിന്റെ പ്രതീതി ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് 1, 2, 3 ഘട്ടങ്ങളൊക്കെ ആയപ്പോൾ വീണ്ടും ഒരു മത്സരം ഇന്ത്യ ബ്ലോക്കും NDAയും തമ്മിലുള്ള മത്സരം എന്നുള്ള തോന്നലിലേക്ക് വന്നു. പിന്നെ അതങ്ങ് ശക്തി പ്രാപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അവസാന ഘട്ടം കഴിയാൻ ഒരു നിസ്സാര സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ താങ്കൾ എന്താണ് ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നത്? ഈ തുടക്ക സമയത്തുള്ളത് പോലെയാണോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ 4 ഘട്ടങ്ങളിൽ BJPക്ക് അനുകൂലമായ വലിയൊരു ട്രെൻഡ് സംഭവിക്കുന്നു. പിന്നെ ഇന്ത്യ മുന്നണി എന്തോ ഒരു വലിയ മേധാവിത്വം നേടിയെന്ന് പ്രതീതി വരുന്നു. ഏറ്റവും അവസാന ഘട്ടമായപ്പോൾ വീണ്ടും ഒട്ടും ആത്മവിശ്വാസം കുറവില്ലാതെ മോദി ധ്യാനത്തിനായി എത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാകുമെന്ന് പറയുന്നു അല്ലെ ശ്രീ മോഹൻ വർഗീസ്? മഞ്ജുഷ് ആൻഡ് രഞ്ജിത്ത്, ആദ്യമായി അഭിനന്ദനങ്ങൾ. കാരണം ഇത്രയും എക്സോസ്റ്റീവായ കോംപ്രിഹെൻസീവായ മെഗാ എക്സിറ്റ് പോൾ 95,000 സാമ്പിളുകൾ എടുത്തുകൊണ്ട് വളരെ സമഗ്രമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതിനുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, ആദ്യഘട്ടത്തിൽ BJPയുടെയും NDAയുടെയും തേരോട്ടം കണ്ട ഒരു പ്രചരണം, അതിനുശേഷം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയുടെ ചിറകുകൾ നാമ്പുകൾ മുളയ്ക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ വലിയ ആത്മവിശ്വാസം കാട്ടുന്നു. ഇത് എങ്ങനെയാണ് എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത്? ഇതെങ്ങനെയാണ് യഥാർത്ഥ ചിത്രമായി പ്രതിഫലിക്കുന്നത്? ഇവിടെ നോക്കൂ, തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം തുടങ്ങുന്ന സമയത്തെ പ്രധാന വിഷയം മോദി എന്ന ഒറ്റ ഫാക്ടറാണ്. മോദിയുടെ ഗ്യാരണ്ടി, വികസിത രാജ്യമായി ഭാരതത്തെ മാറ്റിയെടുക്കുമെന്ന പ്രതിജ്ഞ, 10 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായി തുടങ്ങിയ ഒരു ക്യാമ്പയിൻ പെട്ടെന്നാണ് ഒന്നാം ഘട്ടം ഏപ്രിൽ 19-ാം തീയതി, ഏപ്രിൽ 19-ാം തീയതി ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്രാക്ക് ചെറുതായി മാറുകയാണ്. ഞാൻ ഇന്ന് ഒരു കാര്യം, ഒരു ഇൻഫർമേഷനാണ്, ഒരു വിവരം അറിയിക്കുകയാണ് ശ്രീ മോഹൻ വർഗീസ്. നേരത്തെ ഞങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. ഇന്ത്യ സഖ്യ ഈ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ വരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അത് ഇന്ത്യ സഖ്യം എന്ന് പറയരുത്, കാരണം കോൺഗ്രസ് ആണ്. പവൻ ഖേര അങ്ങനെ പറഞ്ഞിരുന്നു, കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയില്ല എന്ന്. അതിനെതിരെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പോലും ചില വിയോജിപ്പുകൾ വന്നിരുന്നു. കേരളത്തിൽ CPM പങ്കെടുക്കുവാൻ തീരുമാനിച്ചിട്ടും ഉണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ദേശീയ തലത്തിൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചത്. അല്പം മുമ്പാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ കോർഡിനേറ്റേഴ്സ് നമ്മളോട് വിളിച്ച് സംസാരിക്കുകയാണ്, ഗസ്റ്റുകളെ വിട്ടുതരാമെന്ന തരത്തിൽ. അപ്പൊ നമ്മുടെ വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് അതിഥികളും ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ മോഹൻ വർഗീസ് തുടരാം. ഈ എല്ലാ വോട്ടുകളും രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഏത് പാർട്ടിയുടെയും വക്താക്കൾ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ വന്ന് അവരുടെ നിഗമനങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നും കാണാനില്ല പ്രാഥമികമായി. പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയെ ആശങ്കയിലാക്കിയ പ്രധാന ഘടകം, എക്സിറ്റ് പോളുകൾ പൊതുവെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന 2014-ലാകട്ടെ 19-ലാകട്ടെ നടന്ന എക്സിറ്റ് പോളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും സാമാന്യം ശക്തമായ ഭൂരിപക്ഷം നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇതൊരു പക്ഷേ കോൺഗ്രസിൻ്റെയും INDA മുന്നണിയുടെയും പ്രവർത്തകരിൽ ഒരു മ്ലാനത സൃഷ്ടിക്കുകയും ഫോം 17C ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലെത്തി കൗണ്ടിംഗ് ബൂത്തിലെത്തി വേണ്ട രീതിയിൽ കാര്യക്ഷമതയോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിൽ നിന്നും അവരെ തടയാനുള്ള സാധ്യതയുണ്ട് എന്ന മുൻ ധാരണ പ്രകാരമാണ് ഒരു പക്ഷേ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴതാ ആ ധാരണ ശരിയല്ല. ദേശവ്യാപകമായി ഇത് ഡിഫെൻഡ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്കും പ്രതീക്ഷകളുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആദ്യഘട്ടത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്ന ഏതാണ്ട് എല്ലാ ഒപ്പീനിയൻ പോളുകളും പറഞ്ഞിരുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ഒരു 300 സീറ്റിലധികം ലഭിക്കുകയും NDA മുന്നണിക്ക് 350 സീറ്റിലധികം ലഭിക്കുകയും ചെയ്യുമെന്ന് ഏതാണ്ട് എല്ലാ സർവേകളും, ഒരൊറ്റ സർവേ പോലും ഏപ്രിൽ 19-ന് മുമ്പുണ്ടായിരുന്ന അഭിപ്രായ സർവേകളിൽ, എക്സിറ്റ് പോൾ അല്ല, അഭിപ്രായ സർവേകളിൽ ഒന്നിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഒരു നേരിയ സാധ്യത പോലും കൽപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം 1, 2, 3 ഘട്ടങ്ങളിലായി നീങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രീതിക്ക് മാറ്റം വന്നു. അതുപോലെ ലോക്കൽ വിഷയങ്ങൾ അതെവിടെയാണ് സാർ ആ മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പോലും ആർക്കും ഒട്ടും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു NDA സഖ്യം അധികാരത്തിൽ ഉണ്ടായിരുന്നു. രഞ്ജിത്ത്, ആ സമയത്തായിരുന്നു ഈ 400 സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പ്രഖ്യാപനം വരികയും 370 BJP തനിച്ച് സ്വന്തമാക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നതും അതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അത് ആദ്യത്തെ 2 ഘട്ടങ്ങളിലെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. അത് മാത്രമല്ല, ഈ 400 എന്നുള്ളത് BJPയുടെ അമിതമോഹമാണ് എന്ന് പോലും ആദ്യഘട്ടത്തിൽ ആരും സംശയിച്ചിരുന്നില്ല. അവിടെ നിന്നാണ് കാര്യങ്ങൾ പുറകോട്ട് പോകുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നത് പ്രധാനമാണ്.
രണ്ട് തലയുള്ള വാളാണ് 400 എന്ന പ്രൊജക്ഷൻ. പ്രഥമ ദൃഷ്ടിയ 400 എന്ന സീറ്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ വലിയ ആത്മവിശ്വാസമാണ് BJP-യുടെയും NDA-യുടെയും ആണികൾക്കുണ്ടാക്കുന്നത്. അത് മാധ്യമങ്ങൾ അതൊരു അജണ്ടയായിട്ട് തന്നെ, അതൊരു നറേറ്റീവായിട്ട് തന്നെ എടുത്തുകൊണ്ട് അതിന്മേലായിരുന്നു ഏതാണ്ട് ഒരു മാസം, മാർച്ച് മാസവും ഏപ്രിൽ മാസം പകുതി വരെയും ഏതാണ്ട് എല്ലാ ചർച്ചകളും 400, 370 എന്ന നമ്പേഴ്സിലായിരുന്നു. പക്ഷെ പതിയാണ് ചിത്രം മാറിയത്. ആ ചിത്രം മാറാനുള്ള പ്രധാന കാരണമായി ഞാൻ കാണുന്നത് 400, 370 ഒക്കെ ലഭിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പരിണിത ഫലമാണ്. ഭരണഘടനയുടെ ഭേദഗതി ഉൾപ്പെടെ, പ്രത്യേകിച്ച് സംവരണ തത്വങ്ങൾ, OBC, ദളിത് സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ മാറ്റിമറിക്കാനുള്ള ഒരു ലൈസൻസായി അത് മാറുമോ? ഈ ഒരു പ്രചരണം ഇന്ത്യ മുന്നണിയുടെ പ്രാദേശിക കക്ഷികൾ, പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും ഇനി ദേശീയ തലത്തിൽ കോൺഗ്രസ് മൊത്തമായും എല്ലാം വളരെ ഫലപ്രദമായി സംവിധായകരേക്ക് എത്തിച്ചതുകൊണ്ടാവാം BJP രണ്ടാം ഘട്ടം മുതൽ 400 പാർ എന്ന ആ ഒരു പ്രചരണ മുദ്രാവാക്യം ഉപേക്ഷിച്ചത് അതുകൊണ്ടായിരിക്കാം. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുണ്ട്. അത് മാത്രമല്ല, RSSന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു സംശയം പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നു. അതിനുള്ള RSSന്റെയും BJP-യുടെയും വിശദീകരണങ്ങൾ നമ്മൾ കണ്ടു. BJP സ്വന്തം കാലിൽ സംഘടനാപരമായി നിൽക്കാനുള്ള ത്രാണി ഉണ്ടായി. അതുകൊണ്ട് ബൂത്ത് ലെവൽ മാനേജ്മെന്റിനുള്ള ഒരു സംഘടനാ ശക്തി, ശേഷി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് RSS അതിന്റെ മെയിൻ പന്ഥാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴും അവിടുന്ന് ഈ 400 എന്നുള്ളതിൽ നിന്ന് പിന്നെ താഴോട്ട് പോകുന്നു. പിന്നെ അവിടെ എന്തോ ഇന്ത്യ സഖ്യം അങ്ങ് അടിച്ച് മുന്നോട്ട് വരാൻ പോകുന്നു. അധികാരത്തിൽ പോലും ഇന്ത്യ സഖ്യം എത്തുന്ന തരത്തിൽ ഈ പ്രധാനമന്ത്രി ആരാണെന്ന് ചർച്ച ആരംഭിക്കുന്നു. യോഗേന്ദ്ര യാദവിന്റെ പ്രവചനങ്ങൾ അവസാനം മന്ത്രിമാരെ നിശ്ചയിക്കുന്നു. പിന്നെ ഇന്ന് യോഗം ഡൽഹിയിലേക്ക് നേതാക്കൾ വരാൻ ആവശ്യപ്പെടുന്നു. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് യോഗേന്ദ്ര യാദവിന്റെ ഒക്കെ ഒരു പ്രവചനം വരുമ്പോൾ 230 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. അതിനേക്കാൾ താഴോട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ NDA-യുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടികൾ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ കൂടെ നിൽക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. ഇതൊക്കെ അമിതമായ ഒരു ചർച്ചകളാണോ? അത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് മാത്രം നടത്താൻ പറ്റുന്ന ചർച്ചകളാണോ? അതോ വാസ്തവത്തിൽ അത്തരം ഒരു അന്തരീക്ഷത്തിലെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? മഞ്ജുഷ്, ഈ ഒരു ചർച്ച വരാനുള്ള പ്രധാന കാരണം 2-3 തെരഞ്ഞെടുപ്പ് വിശകലന വിശാരദന്മാർ അത് ധ്രുവറാഠി കുടത്തിൽ നിന്ന് തുറന്നുവിട്ടൊരു ഭൂതമുണ്ട്. മോദിയെ ഏറ്റവും അധികം തുറന്നു കാട്ടിയത്, അല്ലെ NDA സർക്കാരിനെ അതിനെ തുറന്നു കാട്ടിയത് തെരഞ്ഞെടുപ്പ് വിശാരദന്മാരാരുമല്ല, ഒരു യൂട്യൂബറാണ്. ധ്രുവ് റാഠി എന്ന യൂട്യൂബറാണ്. അത് നൽകിയ, പുതിയ തലമുറയ്ക്ക് നൽകിയ ഒരു ഊർജം, അതൊരു സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. ദയവായും തുടരുക ശ്രീ മോഹൻ വർഗീസ്. മല്ലികാർജുൻ